തിയേറ്ററിൽ നിന്ന് കണ്ട് പരിചയമില്ല, ഓർമ്മയില്ല. അത് കാണാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ഇത്രയും വലിയൊരു പടത്തിന് ഭാഗമാകാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ, ആദ്യത്തെ പടം അതായിരുന്നു എന്ന് പറയാൻ പറ്റുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ പലരും ടി വിയിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഐ വുഡ് സജസ്റ്റ് പ്ലീസ് കം ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റർ. താങ്ക് യു. വളരെ വളരെ സന്തോഷം. കാരണം 36 വർഷത്തിന് ശേഷം മറ്റൊരാളെ പോലെ ഈ ഒരു സിനിമ കാണാൻ പറ്റും. കാരണം എൻ്റെ മക്കൾ, ഞാൻ ചെയ്തതിനേക്കാൾ പ്രായമായി എൻ്റെ മക്കളെല്ലാം. അപ്പോൾ അതിനുശേഷം ഇങ്ങനൊരു സിനിമ ഒരു 4K ആ ഒരു എക്സ്പീരിയൻസിൽ ഇത്രയും ക്വാളിറ്റി ആൻഡ് വിഷ്വൽ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി എല്ലാത്തോടും കാണാൻ പറ്റിയ ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇത്രയും ഒരു എപ്പിക് എവർഗ്രീൻ മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യം. പിന്നെ ഇപ്പോഴൊക്കെയാണ് അതിൻ്റെ ഡെപ്ത് മനസ്സിലാകുന്നത്. ഇപ്പോൾ രണ്ടാം മുഴുവൻ വായിച്ചിട്ടുള്ളവർക്കറിയാം ഭീമൻ്റെ ആ ഒരു ഭയങ്കരമായ മാനസിക വ്യഥകളും ആ ഒരു ലെയറിങ് ഉണ്ടല്ലോ ക്യാരക്ടേഴ്സിൻ്റെ. അപ്പോൾ അതൊക്കെ ചന്തുവിൻ്റെ ആ ഒരു ക്യാരക്ടറൈസേഷൻ്റെ ഒരു ഗ്രേറ്റ്നെസ്, ആ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ആ ഒരു MT സാറിൻ്റെ ഒരു മഹത്വം ഉണ്ടല്ലോ, അത് ഹരിഹരൻ സാറിൻ്റെ മേക്കിംഗ്, വിവേകാനന്ദ സാറ് പോലെ ഒരാൾ അന്ന് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ സന്നദ്ധമായി മുന്നോട്ട് വരിക, അന്നൊന്നും ഇതിൻ്റെ ഒരു റിട്ടേൺസിനെ കുറിച്ച് ചിന്തിക്കാതെ അന്ന് ചെയ്യാന്ന് പറയുന്നത്, അവരുടെ മക്കൾ സാറിൻ്റെ വിജിയുടെ സാറിൻ്റെ മക്കൾ ഒരു ട്രിബ്യൂട്ട് പോലെ ഇത് വീണ്ടും ചെയ്യുക, അത് ഇവിടെ വന്ന് കാണാൻ പറ്റുക, ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഞങ്ങളുടെ മുഴുവൻ ആളുകളും ടീമുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇപ്പം വിനീതായാലും ജോണായാലും വിശാലായാലും അമ്പിളി ജോള് എല്ലാവരും ഞങ്ങളൊരു പഴയ ഒരു ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റിയൊരു, അതൊക്കെ ഭയങ്കര വലിയ സന്തോഷം തരുന്ന, വളരെ അപൂർവം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഫിലിം ഇതൊരു ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആണ്, തിയേറ്ററിൽ തന്നെ കാണാനുള്ളത്.